ഈ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിയത് ജനത്തോട് പ്രാർത്ഥിക്കാൻ ഈ വിഷയം കൈമാറാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ഇപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ, ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ സന്തോഷത്തിലാണ്. കാരണം ലോകകപ്പ് നടക്കുകയാണ്, മത്സരം നടക്കുകയാണ്, ഫുട്ബോൾ ലോകകപ്പ് നടക്കുകയാണ്. ആ വലിയ ആഘോഷത്തിൻ്റെ നടുവിൽ വലിയൊരു കണ്ണീരായി മാറുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. വലിയൊരു അനർത്ഥം, വലിയ നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെടുന്ന ഒരു സംഭവം, ഈ ആഘോഷം കണ്ണീരായി മാറുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ആ അനർത്ഥം മാറട്ടെ. അതിൻ്റെ ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. വലിയൊരു അനർത്ഥം, വലിയൊരു അപകടം, ഈ വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ ഇടയിൽ വലിയൊരു അപകടം നടക്കും. ദൈവജനം പ്രാർത്ഥിക്കുക, ആ അനർത്ഥം ഒഴിവാകട്ടെ. നിരവധി പേർ മരിക്കുന്ന ഒരു സംഭവം, എല്ലാവരെയും ലോകരാജ്യങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സംഭവം ഉണ്ടാകും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ആ വിഷയം മാറാൻ പ്രാർത്ഥിക്കുക. ആമേൻ. ജനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. ആമേൻ. എല്ലാവരെയും ദൈവം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കർത്താവ് സൂക്ഷിക്കട്ടെ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിങ്ങൾ ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യുക. അതീവ ഗൗരവത്തോടെ നിങ്ങൾ ഈ വിഷയം പ്രാർത്ഥിക്കുക. വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മകളുടെ ജീവൻ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ ബലി നൽകി ഒരമ്മ. പ്രമുഖ ഫുട്ബോൾ താരം ഹെക്ടർ ബെല്ലോയുടെ ഭാര്യ ആൻഡ്രിയയാണ് ദുരന്തത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. ബുധനാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ആൻഡ്രിയ താൻ മരിക്കുമെന്നുറപ്പായിട്ടും കുഞ്ഞിനെ സുരക്ഷിതമായി ചേർത്ത് പിടിക്കുകയായിരുന്നു. തന്റെ അവസാന ശ്വാസം വരെയും മകളെ സംരക്ഷിക്കുവാൻ അവർ കാണിച്ച ധീരത ഫുട്ബോൾ ലോകത്തെയും ജനങ്ങളെയും കണ്ണീരിലാഴ്ത്തി. നീ മകൾക്ക് വേണ്ടി നൽകിയ ജീവത്യാഗത്തെക്കുറിച്ച് ഞാൻ അവളോട് പറയും. മരണത്തിന്റെ വക്കിലും അവളോടൊപ്പം നിന്ന ധീരയായ അമ്മയായിരുന്നു നീയെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഹൃദയഭേദകമായ കുറിപ്പിൽ ബെല്ലോ കുറിച്ചു. കുഞ്ഞിപ്പോൾ ആശുപത്രിയിൽ സുരക്ഷിതയാണെന്നും എന്നാൽ ഈ വേദനയെ എങ്ങനെ നേരിടുമെന്ന് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലസ്ഥാനമായ കാരക്കാസിന് സമീപമുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ ഇതുവരെ 920ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 3000-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഭൂകമ്പം കായിക ലോകത്തെയും വലിയ രീതിയിൽ ബാധിച്ചു. ഫുട്ബോൾ താരങ്ങളായ റാസൻ സിജ, വിക്ടർ പലാസിയോസ് എന്നിവരും ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടു. കൂടാതെ മുൻ മിസ് വെനസ്വേല ജിസൽ റൈസിന്റെ മാതാവും ദുരന്തത്തിൽ മരണപ്പെട്ടു. ഭൂകമ്പത്തെ തുടർന്നുണ്ടായ ആഘാതത്തിൽ ഹൃദയാഘാതം മൂലമാണ് അവർ മരണപ്പെട്ടതെന്ന് ജിസൽ പറഞ്ഞു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഇനിയും മൃതദേഹങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വലിയൊരു ദുരന്തത്തിന്റെ നടുവിലാണിപ്പോൾ വെനസ്വേലയിലെ ജനങ്ങൾ. Soccer star Hector Bello is mourning the heartbreaking loss of his wife. The Venezuela national team defender shares the devastating news that his wife Andrea Bello died while protecting their 20-month-old daughter Alana during the powerful 7.2 and 7.5 magnitude twin earthquakes that struck Venezuela on June 25th, per the Associated Press. El futbolista nos confirma, Jair Pineda, que fue encontrado muerto. El jugador de la selección venezolana, una triste noticia, hallaron muerto a Ibert Berroterán, una joven promesa venezolana. Jair, ¿cómo te va? ¿Cómo estás? Hola, muy buenas tardes. Sí, la información fue confirmada en principio por un portal deportivo enfocado exclusivamente en las participaciones de los jugadores que integran el radar de la selección Minotinto. Hablamos del portal Solovenex,